വെൽക്കം ടു എവരിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ശരിയായി ഉണ്ടാക്കാം എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ തുടങ്ങാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് തരം കാര്യങ്ങളെക്കുറിച്ചാണെന്നറിയോ? ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഈ വീഡിയോ കാണുകയാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നിങ്ങൾ വീഡിയോ കാണുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണേ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ചിന്തിച്ചേക്കാം, നിങ്ങൾ വീഡിയോ കാണുകയാവുന്നു എന്നല്ലേ പറയേണ്ടതെന്ന്. പക്ഷെ സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അമ്മ എന്ത് ചെയ്യാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ കറി വയ്ക്കുകയാവുന്നു എന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. അല്ലെങ്കിൽ അമ്മ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയില്ലല്ലോ. അമ്മ കറി വയ്ക്കുകയാണെന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം കേട്ടോ. മലയാളത്തിൽ അയാൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇവിടെ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? അയാളെ പറ്റി. അപ്പോൾ അയാളാണ് സബ്ജക്റ്റ്, അതായത് കർത്താവ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. അത് കഴിഞ്ഞ് അയാൾ എന്താ ചെയ്യുന്നത്? വായിക്കുകയാണ്. അയാൾ എന്താ വായിക്കുന്നത്? പുസ്തകം. അപ്പോൾ മലയാളത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? പുസ്തകം എന്നാണ് പറഞ്ഞത്. അതായത് കർമ്മം ആണ് പുസ്തകം. അപ്പോൾ ആദ്യം കർത്താവ്, പിന്നെ കർമ്മം, അത് കഴിഞ്ഞാണ് ക്രിയ വന്നത് അല്ലേ. അയാൾ ഒരു പുസ്തകം വായിക്കുകയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കൂ. അയാൾ എന്ന് പറയാൻ ഹി, വായിക്കുക എന്നുള്ളതിന് എന്താ? റീഡ് അല്ലേ. പുസ്തകം എ ബുക്കാണ്. എങ്ങനെയാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ. ഹി ഈസ് റീഡിങ് എ ബുക്ക്. കണ്ടോ? അപ്പോൾ തുടങ്ങിയൊരു സബ്ജക്റ്റ് വെച്ചാണ് ഹി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഹി ഈസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ വായിക്കുകയാണ് എന്ന് പറയാനാണ് ഞാനവിടെ ഇസ് റീഡിങ് എന്ന് പറഞ്ഞത്. രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു കേട്ടോ. ശ്രദ്ധിച്ചോളൂ, നമുക്ക് അതിനെപ്പറ്റി പിന്നീട് പറയാം. ഇസ് റീഡിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ കുട്ടി എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇത് ചൈൽഡ് എന്നല്ലേ പറയുക. ഇനി ഉറങ്ങുക എന്നുള്ളതിന് എന്താ പറയുക? സ്ലീപ്പ്. അപ്പോൾ കുട്ടി എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ എന്താ എഴുതുന്നതെന്ന് നോക്കൂ ഇംഗ്ലീഷിൽ. ദ ചൈൽഡ് ഇസ് സ്ലീപ്പിംഗ്. ശ്രദ്ധിച്ചോ? ദ ചൈൽഡ് ഇസ് സ്ലീപ്പിംഗ്. ഇനി നമ്മൾ ഒരാളെ പറ്റി പറയുകയാണ്. അനിൽ ഫുട്ബോൾ കളിക്കുകയാണ്. എന്താ കളിക്കുന്നത്? ഫുട്ബോൾ. അപ്പോൾ സബ്ജക്റ്റ് അനിലാണ്. അനിൽ ഇംഗ്ലീഷിൽ പറയേണ്ടത് ഇനി എന്ത് ചെയ്യുകയാണെന്നാണ് കേട്ടോ. അനിൽ ഇസ് പ്ലേയിങ്. എന്താ കളിക്കുന്നത്? ഫുട്ബോൾ. അനിൽ ഇസ് പ്ലേയിങ് ഫുട്ബോൾ. മനസ്സിലായോ? പക്ഷേ അടുത്ത സെൻറ്റൻസിൽ വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടുപേരെ പറ്റി പറയാൻ പോവാം, അനിലും ജോണും. സെൻറ്റൻസ് നോക്കൂ. അനിലും ജോണും ഫുട്ബോൾ കളിക്കുകയാണ്. ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ്, സബ്ജക്റ്റ് മാത്രം വ്യത്യാസം. രണ്ട് പേരുണ്ട്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നതെന്ന് നോക്കൂ. അനിൽ ആൻഡ് ജോൺ ആർ പ്ലേയിങ് ഫുട്ബോൾ. മുൻപ് അനിലിന് നമ്മൾ ഇസ് അല്ലേ പറഞ്ഞേ. പക്ഷെ അനിൽ ആൻഡ് ജോൺ വന്നപ്പോൾ ആർ പ്ലേയിങ് ഫുട്ബോളിനായി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതെന്ത് പറയും നമ്മൾ? ഞങ്ങൾ, വി അല്ലേ. എന്താ ചെയ്യുന്നേ? സംസാരിക്കുക, ടോക്കാണ് കേട്ടോ. അപ്പോൾ വി എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ടല്ലേ. അപ്പോൾ ഇസ് എന്നാണോ ആർ എന്നാണോ പറയണ്ടേ? വി ആർ ടോക്കിംഗ് നൗ. ഇനി ഞാൻ നിങ്ങളെ പറ്റി പറയാം. നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ എന്ത് പറയും? യു ആർ വാച്ചിങ് എ വീഡിയോ. കണ്ടോ? യുവിൻ്റെ കൂടെ ഞാൻ ആർ എന്നാണ് പറഞ്ഞത്. കാണുക എന്നുള്ളതിന് വാച്ച്. യു ആർ വാച്ചിങ് എ വീഡിയോ. ഇനി ഞാൻ എന്നെപ്പറ്റി പറയട്ടെ. ഞാൻ ഇപ്പോൾ ടി വി കാണുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക? ഐ ആം വാച്ചിങ് ടി വി നൗ. അപ്പോൾ ആ ഇപ്പോൾ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ അവസാനത്തേക്ക് കൊണ്ടുപോയി. വേണമെങ്കിൽ അത് ആദ്യവും വെക്കാം നമുക്ക്. നൗ ഐ ആം വാച്ചിങ് ടി വി എന്നും പറയാം. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ അവസാനം വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഐ ആം വാച്ചിങ് ടി വി നൗ. ശ്രദ്ധിക്കണം, ഐ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഐ ആം എന്നാണ് കേട്ടോ. ഇനി എന്നെ പറ്റി തന്നെ ഞാനൊരു സെൻറ്റൻസ് കൂടെ പറയാം. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഇറങ്ങുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ലീവ് എന്ന് പറയാം. അപ്പോൾ ഐ അല്ലേ. ഐ ആം ലീവിങ് ദി ഓഫീസ്. ഐ ആം ലീവിങ് ദി ഓഫീസ്. ഇനി അടുത്ത സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ മഴ പെയ്യുകയാണ്. അപ്പോൾ മഴ എന്നുള്ളതിന് റെയിൻ എന്നാണ് പറയുക അല്ലേ. നമ്മൾ ആരെപ്പറ്റി ഈ സെൻറ്റൻസിൽ പറയുന്നത്? മഴയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെൻറ്റൻസ് തുടങ്ങുന്നത് സബ്ജക്റ്റ് വെച്ചിട്ടാണെന്നല്ലേ.
അപ്പോൾ ഇവിടെ നമുക്ക് റെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ? വേണമെങ്കിൽ പറയാം, റെയിൻ ഈസ് പോറിങ് ഡൗൺ എന്നൊക്കെ പറയാം. അതായത് മഴ ആർത്തലച്ച് പെയ്യുകയാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാം. പക്ഷെ സാധാരണ നമ്മൾ എങ്ങനെയാണ് പറയാറുള്ളത്? ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഇറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇറ്റ് നമ്മൾ ശരിക്കും മഴ എന്നുള്ള അർത്ഥത്തിലാണോ പറയുന്നത്? അല്ല. ആ ഇറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മലയാളത്തിൽ നമ്മളിങ്ങനെ പറയുമോ അത് മഴ പെയ്യുകയാണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള ചില സെൻറ്റൻസസിൽ നമ്മൾ സബ്ജക്റ്റിന് പകരം ഇറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡമ്മി സബ്ജക്റ്റ് അല്ലെങ്കിൽ എംപ്റ്റി സബ്ജക്റ്റ്, ഒഴിഞ്ഞ സബ്ജക്റ്റ് എന്നൊക്കെയാണ്. ഞാൻ ആ പേര് പറഞ്ഞതേ ഉള്ളൂ, അത് തലയിൽ വെക്കണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ, മഴ പെയ്യുകയാണെന്നൊക്കെ പറയാൻ ഇറ്റ് ഈസ് റെയിനിങ് എന്നാ പറയണ്ടേ കേട്ടോ. അതുപോലെ നമ്മൾ പറയാറില്ലേ, ശ്രദ്ധിക്കൂ, കേൾക്കൂ, ആരോ വാതിലിൽ മുട്ടുകയാണ്, അല്ലെങ്കിൽ ആരോ വാതിലിൽ ഇപ്പം മുട്ടുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പറയാം? ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയാൻ നമുക്ക് ലിസൺ എന്ന് പറയാം അല്ലേ, ലിസൺ. എന്നിട്ട് ആരോ എന്നുള്ളതിനെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നത് സംബഡി അല്ലെങ്കിൽ സം വൺ എന്നൊക്കെയാണ്. വാതിലിൽ മുട്ടുക എന്നുള്ളതിനോ ടു നോക്ക് എറ്റ് എന്നാണ് പറയുക, ടു നോക്ക് എറ്റ് ദ ഡോർ. അപ്പോൾ ആ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ പറയും? ലിസൺ, someone is knocking at the door. അപ്പോൾ ആരോ ഒരാളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയാണ് someone is knocking at the door. അതേപോലെ ഇങ്ങനെയും പറയാറുണ്ട്, നോക്കൂ അവർ മനോഹരമായി നൃത്തം ചെയ്യുന്നു. ഇവിടെ ഞാൻ മലയാളത്തിൽ എങ്ങനെ പറഞ്ഞേ? അവർ മനോഹരമായി നൃത്തം ചെയ്യുന്നു. അവരെങ്ങനെ നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ അവർ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ, മനോഹരമായി എന്ന്. രണ്ടാമത്തെ വാക്ക് അതായിരുന്നു. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നോക്കൂ. അവർ എന്നുള്ളതിന് ദേ എന്ന് പറയണം. നൃത്തം ചെയ്യുക എന്നുള്ളതിന് എന്താ പറയുക? ടു ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ മനോഹരമായി എന്നുള്ളതിനുള്ള വാക്ക് എന്താണ്? ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം, ബ്യൂട്ടിഫുള്ളി. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കൂ. ദേ ആർ ഡാൻസിങ് ബ്യൂട്ടിഫുള്ളി. കണ്ടോ? ആദ്യം ദേ സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നത്? ആ ഡാൻസിങ്, അത് കഴിഞ്ഞിട്ട് ബ്യൂട്ടിഫുള്ളി. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് സെൻറ്റൻസ് ഞാൻ അടുപ്പിച്ച് പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഐ ആം ലീവിങ്, ഐ ആം ലീവിങ്. ഹീ ഈസ് റീഡിങ്, ദ ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്, വി ആർ ടോക്കിംഗ്, ദേ ആർ വാച്ചിങ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ സെൻറ്റൻസസിലും നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞ് പറഞ്ഞത് വേർബിനെ കാണിക്കുന്ന രണ്ട് വാക്കുകളാണ്. പക്ഷെ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഐ കഴിഞ്ഞ് നമ്മൾ ആം, പിന്നെ വേർബിൻ്റെ കൂടെ ING ചേർത്തു. ഇനി ഹീ, ഷീ അല്ലെങ്കിൽ രവി എന്നൊക്കെ ഒരാളെ പറ്റി പറയുകയാണെങ്കിലോ, അവിടെ നമ്മൾ ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇസും വേർബിൻ്റെ കൂടെ INGയും ചേർക്കും. നമ്മൾ ഒന്നിലധികം പേരെ പറ്റി പറയുകയാണെങ്കിലോ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ വി, ദേ ഒക്കെ കഴിഞ്ഞിട്ട് ആർ, പിന്നെ വേർബിൻ്റെ കൂടെ ING ചേർത്തു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ വായിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു, ഇസ് റീഡിങ്. അപ്പോൾ റീഡ് എന്ന് വെച്ചാൽ വായിക്കുക. പക്ഷെ അപ്പോൾ ഈ ഇസ് എന്താണ്? മലയാളത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? വായിക്കുകയാണ്. ആ ആണ് എന്നുള്ള അവസ്ഥ കാണിക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ച വാക്കാണ് ഇസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഏതാണ് ക്രിയ? ഹീ ഇസ് റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ റീഡിങ് ആണോ, ഇസ് ആണോ? സത്യത്തിൽ ഇസ് റീഡിങ് ആണ് വേർബ്. അവിടെ രണ്ട് വാക്കുകളുണ്ട്. ക്രിയയെ കാണിക്കുന്ന വാക്കില്ലേ, ഇപ്പോൾ റീഡിങ്, സ്ലീപ്പിംഗ്, വാച്ചിങ് എന്നൊക്കെ പറയുന്നത്, അതാണ് മെയിൻ വേർബ്. അതിനെ സഹായിക്കാൻ വരുന്ന വേർബാണ് ഈ ആം, ഇസ്, ആർ ഒക്കെ. അപ്പോൾ സഹായിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്നത് ഹെൽപ്പിംഗ് വേർബ് എന്നാണ്. ഇപ്പോൾ പേരുകളൊന്നും ഓർത്ത് വെക്കണമെന്നില്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും ആ കൂട്ടത്തിൽ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കിയേക്കാം. ഈ ടെൻസിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇത് വർത്തമാനകാലത്തിൽ നടക്കുന്നതായതുകൊണ്ടാണ് നമ്മളിതിനെ പ്രസൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യല്ലേ, തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു പേര് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നേരത്തെ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് പഠിച്ചില്ലേ? അവിടെ എന്ത് പറയാനായിരുന്നു നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുമായിരുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, ചില ഫാക്റ്റ്, അതിനെയൊക്കെ പറ്റി പറയാനാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചത് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഈ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ ഒരു എളുപ്പവിദ്യയുണ്ട്. അതായത് ചോദ്യം തന്നെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും അല്ലേ, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ ഇപ്പോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ടെൻസാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്? നൗ എന്ന് പറയും, അതേപോലെ റൈറ്റ് നൗ എന്ന് പറയാം അല്ലേ? അതുപോലെ പറയാവുന്നതാണ് അറ്റ് ദ മൊമെൻറ്റ്, അതായത് ഈ നിമിഷം എന്ന്. അറ്റ് പ്രസൻറ്റ് എന്നും പറയാം, ഈ പറയുന്ന സമയത്ത് എന്നാണ് അർത്ഥം. ഇതുപോലെ ഒന്ന് രണ്ട് വാക്കുകൾ വേറെയുണ്ട്. കറൻ്റ്ലി എന്ന് വെച്ചാൽ
ഈ സമയത്ത് എന്നർത്ഥം, കറൻ്റ്ലി. അതേപോലെ പ്രസൻ്റ്ലി എന്നും പറയാം. അപ്പോൾ ഈ വാക്കുകളൊക്കെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോട്ടോ, നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ നടക്കുന്ന കാര്യമാവണം എന്നില്ല നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് നമ്മൾ ചോദിക്കുകയാണ് അവൾ എന്ത് ചെയ്യുകയാണ്, അതായത് ഇപ്പോൾ. അപ്പോൾ ഉത്തരം ഇതാണ്, അവൾ കറി വയ്ക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ ഈസ് മേക്കിംഗ് എ കറി നൗ, അല്ലേ? അതുപോലെ അവൻ ഇപ്പോൾ ഫോണിൽ സംസാരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഹീ ഈസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് വെച്ചാൽ നൗ പോലെ തന്നെ ഇപ്പോൾ എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിൽ നമ്മൾ എന്താ ചെയ്തത്? ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് എക്സാക്ട്ലി നൗ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് നമ്മളിവിടെ ഈ ടെൻസ് ഉപയോഗിച്ചത്, അല്ലേ? പക്ഷേ ഇപ്പം തന്നെ നടക്കുന്ന കാര്യം ആവണം എന്നില്ല. ഈ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന കാര്യത്തെപ്പറ്റി പറയാനും നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. ഞാൻ ഉദാഹരണം പറയാം. സൽമ ഒരു പുതിയ വീട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന നിമിഷമല്ല സൽമ അന്വേഷിക്കാൻ തുടങ്ങിയത്, നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് ദിവസങ്ങളായി കാണും. എന്നാലും നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. നമുക്ക് പറയാം സൽമ ഇസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ഹൗസ്. വേറൊരു ഉദാഹരണം, മായ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. അതും ഇപ്പം നമ്മൾ പറയുമ്പോൾ തുടങ്ങിയ കാര്യമല്ലല്ലോ, പക്ഷെ നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്? മായ ഇസ് ലേണിംഗ് ടു ഡ്രൈവ്. ഓടിക്കുക എന്നുള്ളതിനാണ് ടു ഡ്രൈവ്. പഠിക്കുകയാണ്, ഇസ് ലേണിംഗ് എന്ന് പറഞ്ഞതിനാണ്. ഇനി ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം കൂടെ ഞാൻ പറയാം. ചിലപ്പോൾ മറ്റൊരാൾ ആവർത്തി ചെയ്യുന്നൊരു കാര്യം നമ്മൾ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു പരാതി പോലെ പറയാൻ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഞാൻ ഉദാഹരണം പറയാം. അയാൾ എപ്പോഴും പുതിയ ജോലിയെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജോലി കിട്ടി, പക്ഷെ എപ്പോഴും പരാതിയാണ് അതിനെപ്പറ്റി, എപ്പോഴും. അപ്പോൾ നമ്മളതെങ്ങനെ പറയും? ഈ ടെൻസ് ഉപയോഗിച്ച് ഹീസ് ഓൾവേസ് കംപ്ലെയിനിങ് അബൌട്ട് ഹിസ് ന്യൂ ജോബ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മലയാളത്തിൽ ഞാൻ എപ്പോഴും എന്നും പറഞ്ഞു, ഇംഗ്ലീഷിൽ ഞാൻ അതുകൊണ്ട് തന്നെ ഓൾവേസ് എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഓൾവേസ് ആഡ് ചെയ്ത് എന്തിനാണെന്നറിയോ? അത് നമുക്കൊരു അലോസരമാണ്, നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണിക്കാനാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാം. അവൾ ഏത് സമയത്തും ക്ലാസ്സിൽ സംസാരിക്കുകയാണ്. ഷീ ഇസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് ഓൾ ദ ടൈം. ഏത് സമയത്തും. ഇപ്പോൾ ഓൾ ദ ടൈം എന്ന് പറഞ്ഞ ഫ്രേസ് വന്നപ്പോൾ അവളിത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും വ്യക്തമായി. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങൾ മനസ്സിലാക്കിയില്ലേ? പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആളത്ര ചില്ലറക്കാരനല്ല. ഇത് വർത്തമാനകാലത്തെ പറ്റി പറയാൻ ഉപയോഗിക്കുന്നൊരു ടെൻസ് ആണെങ്കിലും ഇതേ ടെൻസ് ഉപയോഗിച്ച് നമുക്ക് ഭാവിയിലെ കാര്യങ്ങളെ പറ്റിയും പറയാം. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ഇനി ഇതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഉറങ്ങുകയാണ്, എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ഞാൻ ഉറങ്ങുകയല്ല എന്ന് പറയണം, അല്ലേ? മലയാളത്തിൽ വളരെ എളുപ്പമാണ്. പക്ഷേ സത്യത്തിൽ ഈ ടെൻസിൻ്റെ കാര്യം വരുമ്പോൾ നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഐ ആം വാച്ചിങ് TV നൗ. ഞാനിപ്പോൾ TV കാണുകയാണ്. എങ്ങനെ നെഗറ്റീവ് ആക്കുക നോക്കൂ. ഐ എം നോട്ട് വാച്ചിങ് TV നൗ. ഞാനിവിടെ എന്താ ചെയ്തേ? സബ്ജക്റ്റ് ഐ കഴിഞ്ഞിട്ട് വരുന്ന വേർബിനെ കാണിക്കുന്ന രണ്ട് വാക്കുകളില്ലേ? ഐ ആം വാച്ചിങ്, അതിനിടയ്ക്ക് ഞാൻ നോട്ട് എന്നുള്ളത് ആഡ് ചെയ്തു. അപ്പോൾ ഐ എം നോട്ട് വാച്ചിങ് TV നൗ എന്ന് കിട്ടി. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ ചൈൽഡ് ഇസ് സ്ലീപ്പിംഗ്. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? സബ്ജക്റ്റ് ദ ചൈൽഡ്, അത് കഴിഞ്ഞ് ഇസ് സ്ലീപ്പിംഗ്, അതിനിടയ്ക്ക് നമ്മൾ നോട്ട് ചേർക്കണം. ദ ചൈൽഡ് ഇസ് നോട്ട് സ്ലീപ്പിംഗ്. അപ്പോൾ അത് നമുക്ക് ചുരുക്കി പറയാം. ഇസ് നോട്ട് എന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയണ്ട, ദ ചൈൽഡ് ഇസിൻറ്റ് സ്ലീപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇസ് നോട്ട് ആണ് ഇസിൻറ്റ് ആയത് കേട്ടോ. ഇനി അടുത്തത്, നമ്മൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. വി ആർ ടോക്കിംഗ് നൗ. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത്? വി ആർ നോട്ട് ടോക്കിംഗ് നൗ. അപ്പോൾ ഇത് നമുക്ക് ചുരുക്കി പറയാം. ആർ നോട്ട് എന്നുള്ളത് ആൻഡ് എന്നാവും. ഇനി അവർ ഊണ് കഴിക്കുകയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ദേ ആർ ഹാവിങ് ലഞ്ച്. നേരത്തെ ഒരു പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദേ ആർ ഈറ്റിംഗ് എന്നും പറയാം, പക്ഷെ ഹാവിങ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ദേ ആർ ഹാവിങ് ലഞ്ച്. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ദേ ആർ നോട്ട് ഹാവിങ് ലഞ്ച് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആർ നോട്ട് എന്നുള്ളത് ആൻഡ് എന്നാക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസസ് മലയാളത്തിൽ പറയാം. ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളില്ലേ, അതൊന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ മലയാളത്തിൽ സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കൂ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി, കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, അവർ വീട് പെയിൻറ്റ് ചെയ്യുകയാണ്. എന്താ പറയുക? ദേ ആർ
പെയിൻറ്റിങ് ദ ഹൗസ്. ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ്. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്. ഞങ്ങൾ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ എൻ അപ്പാർട്ട്മെൻറ്റ് നൗ എന്നും പറയാം, അറ്റ് പ്രസൻറ്റ് എന്നും പറയാം. അവൻ ഇപ്പോൾ ടി വി കാണുകയല്ല. ഹീ ഈസ് നോട്ട് വാച്ചിങ് ടി വി നൗ. അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് വാച്ചിങ് ടി വി അറ്റ് ദ മൊമെൻ്റ് എന്ന് പറയാം. നമുക്കത് മാറ്റി മാറ്റി പലത് ഉപയോഗിക്കാമല്ലോ. ഇനി അവൾ എപ്പോഴും നഖം കടിക്കുകയാണ്. ഷീ ഈസ് ഓൾവേസ് ബൈറ്റിംഗ് ഹർ നെയിൽസ്. ഷീ ഈസ് ഓൾവേസ് ബൈറ്റിംഗ് ഹർ നെയിൽസ്. ഇപ്പോൾ മഴ പെയ്യുകയല്ല. മുൻപ് നമ്മൾ മഴ പെയ്യുകയാണെന്ന് പറയാൻ പഠിച്ചില്ലേ? അത് നെഗറ്റീവ് ആക്കിയാൽ മതി. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് നൗ, അല്ലെങ്കിൽ ഇറ്റ് ഇസ്ൻറ്റ് റെയിനിങ് നൗ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെ അത് നെഗറ്റീവ് ആക്കാമെന്നും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.